പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. കാര്യങ്ങൾ അത്ര നല്ല രീതിയിലല്ല മുന്നോട്ട് പോകുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കിയതിനെ തുടർന്ന് പോലീസിൽ കംപ്ലൈന്റ് ചെയ്തിരിക്കുകയാണ് ഇപ്പോൾ മനോജിന്റെ അച്ഛനും ചേർന്നുകൊണ്ട് തൻ്റെ സഹോദരിയെ കാണാനില്ല എന്നും എത്രയും പെട്ടെന്ന് തന്നെ അവളെ കണ്ടെത്താൻ സഹായിക്കണമെന്നുമുള്ള പരാതി പോലീസിൽ അറിയിച്ചതിനെ തുടർന്ന് ഉടൻ തന്നെ ഇതിനെപ്പറ്റിയുള്ള അന്വേഷണം തുടങ്ങും എന്നുള്ള ഉറപ്പ് നൽകിയിരിക്കുകയാണ് SI. എന്തായാലും കാര്യങ്ങൾ അങ്ങനെ വിട്ടുകളയാൻ ഞങ്ങൾ തയ്യാറല്ല. ഇതേപ്പറ്റി ഞങ്ങൾ എന്തായാലും അന്വേഷിച്ച് ഉടൻ തന്നെ എവിടെയാണ് കൺമണി എന്നുള്ള കാര്യം കണ്ടെത്തുക തന്നെ ചെയ്യും. ആ കാര്യത്തിൽ യാതൊരു വീഴ്ചയും ഉണ്ടാവുകയില്ല. നിങ്ങൾ ധൈര്യമായി ഇരിക്കൂ. ഉടൻ തന്നെ ഞങ്ങൾ അന്വേഷണം ആരംഭിക്കുന്നതാണ് എന്നുള്ള വാഗ്ദാനം നൽകിക്കൊണ്ട് അന്വേഷണം ആരംഭിക്കാൻ തയ്യാറാവുകയാണ് CI. ഇതിന്റെ ഭാഗമായി ഇതേ തുടർന്ന് കൺമണിയുടെ വീട്ടിലെത്തി കാര്യങ്ങൾ ചോദിക്കാൻ തയ്യാറാകുന്നു. കാര്യങ്ങൾ സത്യസന്ധമായി പറയുന്നതിന് തയ്യാറായിക്കൊണ്ട് മുന്നിലേക്ക് വരുന്ന കൺമണിയുടെ അച്ഛൻ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത് ധനലക്ഷ്മിയാണ് എന്ന് തുറന്ന് പറഞ്ഞിരിക്കുകയാണ്. അവൾ ഈ കാര്യങ്ങളെല്ലാം ചെയ്തതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് എന്നും അതുകൊണ്ട് തന്നെ ഇനി എന്താണ് ചെയ്യേണ്ടത് എന്നറിയാതെയാണ് ഞങ്ങൾ ഇരിക്കുന്നത് എന്നുള്ള കാര്യവും വ്യക്തമാക്കുന്നു മനോജ്. പോകാവുന്ന സ്ഥലത്തെല്ലാം ഞങ്ങൾ പോയി അന്വേഷിച്ചു. പക്ഷേ കൺമണി എവിടെയാണ് എന്നുള്ള വിവരം കണ്ടെത്താൻ ഞങ്ങൾക്ക് സാധിച്ചില്ല. അത് തന്നെയാണ് സത്യം. അതുകൊണ്ട് ഇനി എന്ത് ചെയ്യണം എന്ന ചോദ്യത്തിന് മുന്നിൽ എന്ത് ചെയ്യണം എന്നറിയാതെ നിൽക്കുകയാണ്. ഞങ്ങളെ സഹായിക്കണം. കൺമണിയെ കണ്ടെത്തുന്നതിനായി ഞങ്ങളുടെ കൂടെ നിന്ന് സഹായം ചെയ്തു തരണം. ഇത് കേട്ടതിനെ തുടർന്ന് യാതൊരു വിധത്തിലും പേടിക്കേണ്ട, ഞങ്ങൾ കാര്യങ്ങൾ മുന്നിലേക്ക് നീക്കി കഴിഞ്ഞു. കൺമണിയെ കുറച്ചുപേർ പിടിച്ചുകൊണ്ടു പോയി എന്നുള്ള വിവരം ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. അതിനെ കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ അന്വേഷണം മുന്നിലേക്ക് പോകുന്നത്. അധികം വൈകാതെ തന്നെ കൂടുതൽ ഇൻഫർമേഷൻ ഇതേപ്പറ്റി ഞങ്ങൾക്ക് ലഭിക്കും എന്ന് ഉറപ്പുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഇനി കാര്യങ്ങൾ നീക്കാൻ പോകുന്നത്. ധൈര്യമായിരിക്കൂ, എല്ലാം ശരിയാകും എന്നുള്ള ഉറപ്പ് നൽകിക്കൊണ്ട് മുന്നിലേക്ക് പോയിരിക്കുകയാണ് പോലീസുകാരും ഇതേ സമയം അന്വേഷണം തുടങ്ങിക്കഴിഞ്ഞു എന്നുള്ള വിവരം വിദ്യ അറിയാൻ ഇടയായതിനെ തുടർന്ന് ഉടൻ തന്നെ സുമിത്രയെ ഫോൺ ചെയ്ത് കാര്യങ്ങൾ പറയാൻ തയ്യാറാകുന്നു. സുമിത്ര മാഡം, കാര്യങ്ങൾ ഇപ്പോൾ കൈവിട്ട് പോയിരിക്കുകയാണ്. പോലീസ് ഈ കേസിൽ ഇൻവോൾവ് ആയി തുടങ്ങി. എത്രയും പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ മുന്നിലേക്ക് നീക്കിയില്ല എങ്കിൽ തിരിച്ചടി ഉണ്ടാകുന്നത് നമുക്ക് തന്നെയായിരിക്കും. അതുകൊണ്ട് തന്നെ പ്ലാനിങ്ങുകൾ ഉടൻ നടപ്പിലാകണം. ആ കൺമണിയെ ഇപ്പോൾ തന്നെ ഇല്ലാതാക്കുന്നതാണ് ബുദ്ധി. ഇല്ലെങ്കിൽ പോലീസ് അന്വേഷണം നമുക്ക് നേരെ നീളാനും സാധ്യതയുണ്ട്. ഇത് കേട്ടതിനെ തുടർന്ന് യാതൊരു വിധത്തിലും പേടിക്കേണ്ട, കാര്യങ്ങളെല്ലാം സേഫാണ്. ഉടൻ തന്നെ കൺമണി ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോകും. ആ കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. അതിനുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു കഴിഞ്ഞു. ഇനി നീ ഈ നമ്പറിലേക്ക് അധികം വിളിക്കാൻ നിൽക്കേണ്ട. അത് പോലീസിന് സംശയമുണ്ടാക്കാൻ കാരണമാകും. മനസ്സിലായോ? അതുകൊണ്ട് തന്നെ ഞാൻ ഫോൺ വെക്കുകയാണ് എന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുന്നു. ഇതോടെ ഇനി എന്തു ചെയ്യണമെന്ന് വിദ്യ ആലോചിച്ച് നിൽക്കുമ്പോഴാണ് പുതിയ വഴിത്തിരിവ് ഉണ്ടാകുന്നത്. ഇപ്പോൾ സാഗർ ദേവ്ജിയെ ചെന്ന് കണ്ടിരിക്കുകയാണ്. ദേവ്ജിയോട് ഇങ്ങനെയൊരു വഴിത്തിരിവ് ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചതല്ല. കാര്യങ്ങൾ ഇപ്പോൾ കൈവിട്ടു പോയിരിക്കുന്നു. കൺമണിയെ ഒരിക്കലും ഉപദ്രവിക്കണമെന്നുള്ള ആഗ്രഹം എനിക്കുണ്ടായിരുന്നില്ല. ഇനി നമ്മൾ എങ്ങനെയാണ് കൺമണിയെ രക്ഷിക്കുക? ആ ഒരു ചോദ്യമാണ് ഇപ്പോൾ ബാക്കിയാകുന്നത്. കൺമണിക്ക് എന്തെങ്കിലും പറ്റിയാൽ എനിക്ക് എന്നോട് തന്നെ ക്ഷമിക്കാൻ സാധിക്കുകയില്ല. ആ വിഷമം എൻ്റെ ജീവിതകാലം മുഴുവൻ എൻ്റെ കൂടെ തന്നെ ഉണ്ടാകും.
അതുകൊണ്ട് തന്നെ അവൾക്ക് ഒന്നും തന്നെ പറ്റരുത് എന്നുള്ള ആഗ്രഹം മാത്രമാണ് ഇപ്പോൾ എനിക്കുള്ളത്. ആ കുട്ടി എൻ്റെ കുടുംബത്തിന് നല്ലത് മാത്രമേ ചെയ്തിട്ടുള്ളൂ. എന്നിട്ടും ഞാനത് തിരിച്ചറിയാതെ എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടിയത്. ഒന്നും ശരിയായില്ല. ഞാൻ എന്തായാലും കൃഷ്ണനെ ഒന്ന് വിളിച്ചു നോക്കിയാലോ? ഇത് കേൾക്കുന്ന ദേവ്ജി, കൺമണി എന്തായാലും തിരിച്ചു വരും. അവൾക്ക് ഒന്നും തന്നെ പറ്റില്ല എന്നാണ് എൻ്റെ മനസ്സ് പറയുന്നത്. സാഗർ, ധൈര്യമായിരിക്കൂ, എല്ലാം ശരിയാകും. പോലീസും അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. തെളിവുകൾ അധികം വൈകാതെ തന്നെ ലഭിക്കും എന്നാണ് ഞാൻ കരുതുന്നത്. അതുകൊണ്ട് തന്നെ ഒരു വിധത്തിലും നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടാവുകയില്ല. കൺമണിയുടെ തിരിച്ചുവരവിനായി നമുക്ക് കാത്തിരിക്കാം. ഇതിനിടയിൽ കൺമണിയെ ചെന്ന് കാണുന്ന ഗുണ്ടകൾ, നിന്റെ കാലാവധി അവസാനിക്കുകയായി. നിന്നെ കൊല്ലാനുള്ള നിർദ്ദേശം ഞങ്ങൾക്ക് ലഭിച്ചു കഴിഞ്ഞു. ഞങ്ങളുടെ യജമാനന്റെ നിർദ്ദേശം ലഭിച്ചതിനെ തുടർന്ന് ഇനി കാര്യങ്ങൾ നടപ്പിലാക്കുകയാണ്. അവർ കൊല്ലുന്നതിന് വേണ്ടി മുന്നിലേക്ക് കടന്ന് വന്നതിനെ തുടർന്ന് കൺമണി എന്നെ കൊല്ലുകയാണ് എങ്കിൽ എൻ്റെ കൃഷ് സാർ, നിങ്ങളെ ആരെയും വെറുതെ വിടുകയില്ല. ആ കാര്യം നിങ്ങൾ മറക്കേണ്ട. ഇത് കൺമണിയാ പറയുന്നത് എന്ന് പറഞ്ഞതിനെ തുടർന്ന് വീണ്ടും ഫോൺ കോൾ വരികയാണ്. പോലീസ് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കാര്യങ്ങൾ വളരെ സ്മൂത്തായി വേണം ചെയ്തു തീർക്കാൻ. യാതൊരു സംശയവും ആർക്കും ഇല്ലാത്ത വിധത്തിൽ. ഇതോടെ കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകാൻ തയ്യാറാവുകയാണ് ആ ഗുണ്ടകൾ. അപ്പോഴാണ് പോലീസിന് കൺമണി എവിടെയുണ്ട് എന്നുള്ള നിർണായകമായ വിവരം ലഭിക്കുന്നത്. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.